ഒരു പ്രേക്ഷകൻ പറയുന്നു, എന്താണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞതെന്ന് പറയുന്നു. പിന്നെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്ക് പോലും സൂചിപ്പിച്ചിരുന്നില്ല. ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ അയച്ചു തന്ന ഒരു പോസ്റ്റായിരുന്നു അത്. ആ പോസ്റ്റിലെ ചില വരികൾ ഉദ്ധരിക്കുകയായിരുന്നു. അത് ഉദ്ധരിക്കുന്ന സമയത്ത് തികച്ചും ഭൗതികവാദിയായ VS അച്യുതാനന്ദന് ഈശ്വരവിശ്വാസം ഉണ്ടോ എന്നൊരു ചോദ്യം പൽക്കാലത്ത് ചോദിച്ചിരുന്നു. അന്ന് VS അതിന് കൃത്യമായ മറുപടിയും പറഞ്ഞു. അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട ഒരു അനാഥ ബാല്യത്തിലാണ് പിന്നീട് ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് തോന്നിയത് എന്ന് പറഞ്ഞ ഒരു VS ഉണ്ടായിരുന്നു. തികഞ്ഞ ഭൗതികവാദിയായിരുന്ന VS ചുടുകാട്ടിലിരിഞ്ഞമരുമ്പോൾ VSന് വേണ്ടി ഏതെങ്കിലും ക്ഷേത്രങ്ങളോ പള്ളികളോ ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ VS ജീവിച്ചിരുന്നപ്പോഴാണ് VS എന്ന് പറയുന്ന ജനകീയനായ നേതാവിനെ നമ്മൾ ഹൃദയത്തിലെടുത്തത്. ഉമ്മൻചാണ്ടി അങ്ങനെ തന്നെയാണ്. ജീവിച്ചിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഏറ്റവും ജനകീയനായ നേതാവായിരുന്നില്ലേ? കോൺഗ്രസിലെ ഏറ്റവും വാഴ്ത്തപ്പെട്ട നേതാവായിരുന്നില്ലേ? ജീവിച്ചിരിക്കുന്ന വേളയിൽ പോലും അത്രമേൽ ജനങ്ങളെ ചേർത്തു പിടിച്ച നേതാവാണ്. പക്ഷേ മരണശേഷം ഒരു നേതാവിൻ്റെ ഭക്തരായി തീരാനല്ല, ആ നേതാവ് നമ്മളിൽ കൊളുത്തിയ ആശയങ്ങൾ മുറുകെ പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പറഞ്ഞത് മറ്റാരുമല്ല, അത് അംബേദ്കറാണ്. രാഷ്ട്രീയത്തിൽ ആരാധന എന്നുള്ളത്, ഭക്തി എന്നുള്ളത് അടിമത്തത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഉമ്മൻചാണ്ടി നമുക്കൊക്കെ ജീവിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രചോദനമല്ലേ? എല്ലാ നേതാക്കൾക്കും ഒരു പ്രചോദനമല്ലേ? കാര്യത്തിൽ ആർക്കാ സംശയം? പക്ഷേ അതിൻ്റെ പേരിൽ ആരാധനാലയങ്ങൾ ഉയരുന്നതോ അതൊരു ഭക്തിയായി മാറുന്നതിനോ പിന്നിൽ അതൊരു അടിമത്തമാണ് എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കറാണ്. ആ നിലപാടാണ് എനിക്കുള്ളത്. അത് തുറന്നു പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട്? തീർച്ചയായിട്ടും അങ്ങനെ തിരിച്ചും വിശ്വാസികളായ മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് ഓരോരുത്തരുടെയും വിശ്വാസമാണ്. ആ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.